ഈ അണുക്കൾ ശരീരത്തിൽ കടന്നതിന് ശേഷം ചിലപ്പോൾ 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ, അതല്ലെങ്കിൽ 6 മണിക്കൂർ മുതൽ 7 ദിവസം വരെയൊക്കെ ആകാം ലക്ഷണങ്ങൾ എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലേക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുള്ളതും ഇതൊരു കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണോ? എല്ലാ ബാക്ടീരിയൽ അസുഖങ്ങൾക്കും ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് അനുജ. അത് വൈറൽ അസുഖവും ആകാം, ബാക്ടീരിയൽ അസുഖങ്ങളാകാം. താരതമ്യേന കുറഞ്ഞ ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ഇക്കോളൈ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ എപ്പോഴാണ് വയറിളക്കം അല്ലെങ്കിൽ ഛർദിലൊക്കെ തുടങ്ങുന്നു എന്നുള്ളത്. അത് താരതമ്യേന ചെറിയ 1-2 ദിവസം എന്നുള്ളതാണ്. ചില ഫുഡ് പോയ്സണിങ്ങുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം വഴിയാണ്. അത് ഇത്രയും പേർക്ക് ഒന്നിച്ചു വരില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒന്നിച്ചു കഴിച്ചവർക്കാണ്. അപ്പൊ അതിൽ പ്രീ ഫോം ടോക്സിൻ ആണെങ്കിൽ മണിക്കൂറുകൾക്കകവും വരാം. അപ്പൊ ഇതില് ഇക്കോളൈ എന്ന് പറയുന്നത് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴാണ് വെള്ളം കുടിച്ച് അപ്പൊ തന്നെ വരണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മഞ്ഞപ്പിത്തമാണെന്ന് വിചാരിക്കുക, വയറിളക്കം വരുന്ന ഇക്കോളൈ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കോളൈ ഒരു സൂചകം മാത്രമാണ്, ഇക്കോളൈ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇക്കോളൈ നേരിട്ട് അസുഖം ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വെള്ളം ശുദ്ധജലം അല്ലെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുകയും, കിണറുകൾ സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, കിണറുകളിൽ നിന്നും ട്യൂബിൽ നിന്നും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കൂടി ഇക്കോളൈ താരതമ്യേന ചെറിയ ലക്ഷണങ്ങളും നിർജ്ജലീകരണം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ, കുഞ്ഞുങ്ങളെയൊക്കെ നിർജ്ജലീകരണം വരാതെ തടയണം. സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിക്കവറി ചെയ്യുന്ന ഒരു അസുഖം കൂടിയാണ്. അതേസമയം ഇക്കോളയുടെ സാന്നിധ്യം മറ്റു വൈറസുകളുടെ, ഹെപ്പറ്റൈറ്റിസ് എ, അപ്പൊ അതൊക്കെയാണെങ്കിൽ 3 ആഴ്ച തൊട്ട് 3 മാസം വരെ അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് വരും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തില് ഒരു ജല സ്രോതസ്സുകൾ മലിനപ്പെടുകയും അതല്ലെങ്കിൽ ഒരു വാട്ടർ ബോൺ ഡയറിയൽ ഔട്ട്ബ്രേക്ക് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഒരു പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക്, അപ്പൊ അത് ആ സ്രോതസ്സുകളിൽ നിന്ന് ടെസ്റ്റ് എടുക്കുകയും റിസൾട്ട് വരികയും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഓരോരുത്തരും കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ചില കാര്യങ്ങൾ. അതിൽ ഏറ്റവും വ്യക്തിഗതമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്റെ ഓഫീസിൽ വീട്ടിൽ നിന്ന് തിളപ്പിച്ച് തണുപ്പിച്ച് വരുന്ന വെള്ളമാണ് കുടിക്കുന്നത്. ഈ തിളപ്പിക്കുക എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എയുടെയൊക്കെ തടയണമെങ്കിൽ നല്ലവണ്ണം വെട്ടി തിളയ്ക്കണം വെള്ളം. പലപ്പോഴും ഒന്ന് ചൂടായി കഴിയുമ്പം തീ അണയ്ക്കുന്ന സ്ഥലം വരും. അതുപോലെ തന്നെ പല സ്ഥലത്തും ഒരുപാട് പേർക്ക് ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാകുമ്പോൾ തിളപ്പിക്കും, പക്ഷെ പിന്നെ ചിലപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിക്കും. അതെ, ആ തരത്തിലേക്ക് കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊക്കെ ഒരു സംഭവം ഉണ്ടായി നമ്മൾ വായിക്കുകയും ചെയ്യുന്നു ഡോക്ടർ. ഒരു വിവാഹം ആണ്, അപ്പൊ അവിടെ തിളപ്പിച്ച വെള്ളത്തിന്റെ കൂടെ പച്ചവെള്ളം കൂടി ചേർത്തു. അവസാനം ഒട്ടേറെ പേർക്ക് കൂട്ടത്തോടെ അസുഖം ഉണ്ടായി എന്നുള്ളത്. ഇത് നമുക്ക് വീടുകളിൽ സംഭവിക്കാം, ഹോട്ടലുകളിൽ സംഭവിക്കാം, റെസ്റ്റോറന്റുകളിലും ക്യാൻറ്റീനുകളിലും ഒക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു സ്ഥലത്താണ്, ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തെയോ ഒരു ഫ്ലാറ്റിലെയോ കാര്യമല്ല. ഇനി വരുന്ന മഴ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ട വ്യക്തിഗത നടപടികൾക്ക് കൂടി. അതിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു മാർഗം, ഇപ്പൊ ഫിൽറ്ററുകളുടെ കാര്യം പറഞ്ഞു, ഈ ഫിൽറ്ററുകൾ നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ, നമ്മൾ അതിൽ നിന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ ഫിൽറ്റർ മിക്കവാറും ഇതുപോലെയുള്ള എല്ലാ അസുഖങ്ങളെയും അല്ലെ വൈറസ് ബാക്ടീരിയകളെയൊക്കെ പ്രതിരോധിക്കും. പക്ഷെ പലപ്പോഴും കുറെ നാൾക്ക് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തൊരു ഫിൽറ്റർ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടോ, അതിൽ നിന്ന് കിട്ടുന്ന, ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോ ഹെപ്പറ്റൈറ്റിസ് എ ഉൾപ്പെടെയുള്ള ഒരുപാട്, കേരളത്തിന് മാത്രമല്ല എല്ലാ പൊതുവിലുള്ള എല്ലാ സാഹചര്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നു എന്നുള്ള വലിയ ഒരു ക്യാൻവാസിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇതിന്റെ പുറത്തുണ്ട്. അത് ഒരു ആശുപത്രിയുടെയോ ഒരു ഫ്ലാറ്റിന്റെയോ കാര്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഫിൽറ്ററുകൾ എത്രത്തോളം പ്രവർത്തിക്കുന്നു, പലപ്പോഴും ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഫിൽറ്ററിൽ നിന്ന് നേരിട്ട് കുടിക്കാന്നുണ്ട്. അപ്പൊ ആ ഫിൽറ്റർ ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഏതാണ്ട് 100% നമുക്ക് പറയാൻ പറ്റുന്ന ഉറപ്പുവരുത്തുന്ന ഒരു സുരക്ഷ എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക, വെട്ടി തിളയ്ക്കുന്ന വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അത് തന്നെ എത്രയോ മിനിറ്റ് വെട്ടിത്തിളയ്ക്കണം എന്നൊക്കെ. അതെ അതെ. അപ്പൊ അതെ, അത് അങ്ങനെ അത്തരത്തില് വെട്ടിത്തിളയ്ക്കുന്ന, അതായത് നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസിന്റെയോ അടുപ്പിന്റെയോ തീ ഒന്ന് കുറച്ച് സമയം കൂടി, നേരത്തെ കുറെ മിനിറ്റുകൾ പറയുമായിരുന്നു, ഇപ്പൊ ലോകാരോഗ്യ സംഘടനയൊക്കെ വെട്ടിത്തിളയ്ക്കുന്ന ഒരു ഫ്യൂ മിനിറ്റ്സ് അത്രയും മതി. അതല്ലാതെ ഒരുപാട് നേരം തിളച്ച് പറ്റുന്നത് വരെ വേണ്ട.